ജീവാംശമായി ഭാഗം 5. തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ആ പ്രശസ്തമായ ആർട്സ് കോളേജിൻ്റെ കൂറ്റൻ ഗേറ്റുകൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ആദിശിന് താനൊരു വലിയ കടലിനടുവിൽ അകപ്പെട്ടതുപോലെ തോന്നി. നാട്ടിലെ ക്യാമ്പസ് അവന് വീട് പോലെയായിരുന്നു. അവിടുത്തെ ഓരോ കല്ലും മണ്ണും അവൻ്റെ കാൽപ്പാടുകളെ തിരിച്ചറിഞ്ഞിരുന്നു. കിരൺ കാർ പാർക്ക് ചെയ്ത് അവനൊപ്പം ഓഫീസിലേക്ക് നടന്നു. ആദി, നീ ധൈര്യമായിരിക്കും. പ്രിൻസിപ്പൽ അളിയൻ്റെ പഴയ സുഹൃത്താണ്. നിനക്ക് വേണ്ട എല്ലാ സഹായവും അദ്ദേഹം ചെയ്യും. കിരൺ അവൻ്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ അവനെ ഹൃദ്യമായി സ്വീകരിച്ച് അവന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് പ്രിൻസിപ്പൽ അവനെ ക്ലാസ്സിലേക്ക് അയച്ചു. അവിടെ നിന്നും ഇറങ്ങിയപ്പോൾ ആദിശിന് തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാനുള്ള വഴികാട്ടിയായി ഒരു പ്യൂണിനെ കിട്ടി. കിരൺ ആദിയോട് യാത്ര പറഞ്ഞ് പിരിഞ്ഞുപോയി. അയാൾ ഇന്ന് തന്നെ നാട്ടിലേക്ക് തിരിക്കും. പോകുമ്പോൾ കിരൺ ഓർമ്മിപ്പിച്ചു, ആദി, നിന്നെ വൈകുന്നേരം പിക്ക് ചെയ്യാൻ അളിയൻ വന്നോളും. എന്നാൽ ശരി, ഞാൻ പിന്നെ വരാം. നീ ടെൻഷൻ ആവണ്ട, എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. ആദി അതിന് തലയാട്ടിക്കൊണ്ട് തെളിച്ചമില്ലാത്ത ഒരു പുഞ്ചിരി പകരം നൽകി. ക്ലാസ് മുറിയിലേക്ക് നടക്കുമ്പോൾ ഇടനാഴിയിൽ നിൽക്കുന്ന കുട്ടികൾ അപരിചിതനായ അവനെ കൗതുകത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. നാട്ടിലെ കോളേജിലെ സ്റ്റാറായിരുന്ന ആദിക്ക് ഇത്തരം നോട്ടങ്ങൾ പുതിയതല്ലായിരുന്നുവെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ അവ അവനെ അസ്വസ്ഥനാക്കി. എങ്കിലും തൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ബോധവാനായിരുന്നു. ക്ലാസ്സിൽ അവസാന ബെഞ്ചിൽ ഒഴിഞ്ഞുകിടന്ന ഒരു സീറ്റിൽ അവൻ പോയിരുന്നു. കുട്ടികൾ അവനെ നോക്കുന്നുണ്ട്. പക്ഷേ ആദി ആരെയും നോക്കിയില്ല. ആദ്യത്തെ ദിവസമായതിനാൽ അവൻ വല്ലാതെ ഡിസ്റ്റർബായിരുന്നു. അപ്പോഴാണ് ഫോൺ വൈബ്രേറ്റ് ചെയ്തത്. ജാൻവിയുടെ മെസ്സേജ്. ഏട്ടാ, കോളേജിലെത്തിയോ? അവിടെ എങ്ങനെയുണ്ട്? നമ്മുടെ കോളേജിനേക്കാൾ വലിയ കോളേജല്ലേ? അത് വായിച്ചപ്പോൾ അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി ഊറി. അവൻ അവൾക്ക് മറുപടി ടൈപ്പ് ചെയ്തു. എത്തി ജാനി, അടിപൊളി വൈബാണടാ. പക്ഷേ എൻ്റെ മനസ്സിപ്പോഴും നമ്മുടെ കോളേജിൻ്റെ പുറത്തെ ആ മരത്തണലിലാണ്. എനിക്കറിയാം നീ അവിടെ ഡിസ്റ്റർബാണെന്ന്, എങ്കിലും പഠിക്കണം കേട്ടോ. അതിനവളുടെ മറുപടി കിട്ടും മുമ്പ് ലെക്ചറർ ക്ലാസ്സിലേക്ക് വന്നു. അയാൾ ആദ്യം തന്നെ ആദിയെ നോക്കി മുന്നിലേക്ക് വിളിച്ചു. അവൻ തൻ്റെ പേരും നാടും പരിചയപ്പെടുത്തിയപ്പോൾ ചിലർ അടക്കം പറയുന്നത് അവൻ കേട്ടു. ഈ ലാശ സമയത്ത് എന്താണ് പുതിയ അഡ്മിഷൻ? നാട്ടിലെന്തോ സീനുണ്ടാക്കിയിട്ട് വന്നതാവും. ശരിയാ, ഡിസ്മിസൽ കിട്ടിയിട്ടുണ്ടാവും. കണ്ടിട്ടൊരു പാപം. ഉള്ളിലിരി പാർക്കറിയാം. അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ പുസ്തകങ്ങളിലേക്ക് കണ്ണു നട്ടിരുന്നപ്പോഴും അവൻ്റെ ഉള്ളിൽ ജാൻവിയോടുള്ള പ്രണയം ഒരു കനലായി എരിഞ്ഞുകൊണ്ടിരുന്നു. സാർ ക്ലാസ് എടുക്കുന്നത് ശ്രദ്ധയോടെ നോക്കിയിരുന്നു. ഉച്ചസമയത്ത് കോളേജ് കാൻറ്റീനിലേക്ക് പോകാൻ അവന് തോന്നിയില്ല. പകരം കോളേജ് ലൈബ്രറിക്ക് പിന്നിലെ ഒരു ബെഞ്ചിൽ ഇരുന്നു. ആ സായാഹ്നത്തിൽ കാറ്റ് വീശുമ്പോൾ അവൻ അറിഞ്ഞത് ജാൻവിയുടെ സാമീപ്യമായിരുന്നു. അപ്പോഴാണ് അവിടേക്കൊരു പെൺകുട്ടി വന്നത്. അത് ആദിഷിൻ്റെ ക്ലാസ്സിൽ തന്നെ നിത്യമായിരുന്നു. ഹായ് ആദിഷ്, താൻ എന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്? ക്യാൻറ്റീനിൽ വരുന്നില്ലേ? അവൾ സൗഹൃദത്തോടെ ചോദിച്ചു. വേണ്ട, എനിക്ക് വിശപ്പില്ല. ആദിഷ് ഒഴുക്കൻ മട്ടിൽ മറുപടി നൽകി. നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന വിഷമം ഇതുവരെ മാറിയില്ലല്ലേ? നിന്റെ കണ്ണിലെ നീർത്തിളക്കം കണ്ടാലറിയാം ഉള്ളിലെന്തോ വലിയ സങ്കടമുണ്ടെന്ന്. ഇവിടുത്തെ ഈ വൈബ് നിന്നെ പെട്ടെന്ന് തന്നെ പുതിയൊരാളാക്കി മാറ്റും കേട്ടോ, നിത്യ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആദിഷ് ഒന്നും മിണ്ടിയില്ല. അവൻ തൻ്റെ വിരലിലെ മോതിരത്തിൽ പതുക്കെ തലോടി. ഈ നഗരത്തിന് തന്നെ മാറ്റാൻ കഴിയില്ലെന്നും മറിച്ച് തന്നെ കരുത്തനാക്കാനേ കഴിയൂ എന്നും അവൻ ഉറപ്പായിരുന്നു. എടോ, താൻ എന്താണ് ഇങ്ങനെ ഒഴിഞ്ഞു മാറിയിരിക്കുന്നത്? താനൊരു ഇൻട്രോവേർട്ടാണോ? അതിനവൻ അവളെ ഒന്ന് തുറിച്ചു നോക്കി. അവൾ മെല്ലെ അവിടെ നിന്ന് സ്കൂട്ടായി. ആദിയുടെ ഗ്ലാമർ കണ്ട് വന്നൊരു പാവം കോഴിക്കുഞ്ഞായിരുന്നു അവൾ. വൈകുന്നേരം കോളേജ് വിട്ട് പുറത്തിറങ്ങുമ്പോൾ ഗേറ്റിലൊരു കറുത്ത ഇന്നോവ കാർ നിൽക്കുന്നത് അവൻ കണ്ടു. അതിനുള്ളിൽ നിന്നും കിരണിൻ്റെ അളിയൻ പുറത്തിറങ്ങി. ആദിമോനെ, കിരൺ പറഞ്ഞിരുന്നു നമുക്ക് വീട്ടിലേക്ക് പോകാം. ശരി അങ്കിൾ, നാളെ മുതൽ ഞാൻ ബസ്സിൽ വന്നോളാം. അങ്കിൾ ബുദ്ധിമുട്ടേണ്ട. രാഹുലിന് അത്ഭുതം തോന്നി. നാട്ടിൽ സുഗലോലുപതയിൽ ജനിച്ചു വളർന്ന അവന് വല്ലാത്തൊരു മാറ്റം, പക്വത വന്നതുപോലെ. വൈകുന്നേരം പ്രിയയുടെ വീട്ടിലെത്തിയപ്പോൾ അവൻ നേരെ മുകളിലെ മുറിയിലേക്ക് പോയി. കുളി കഴിഞ്ഞ് ഫോണെടുത്തപ്പോൾ ജാൻവിയുടെ വോയിസ് മെസ്സേജ് അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഏട്ടാ, ഇന്ന് ഏട്ടനില്ലാഞ്ഞിട്ട് ക്യാമ്പസിൽ എനിക്കെന്തോ വല്ലാത്തൊരു ശൂന്യത തോന്നി. പക്ഷേ ഏട്ടൻ പറഞ്ഞതുപോലെ നന്നായി പഠിക്കണം, ഒരു ജോലി നേടണം, നമ്മൾക്ക് ജയിക്കണം ഏട്ടാ. ആ വാക്കുകൾ കേട്ടപ്പോൾ ആദിശിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ ബാൽക്കണിയിൽ ഇറങ്ങി ദൂരെ തിരക്കിലമർന്ന നഗരവീതിയിലേക്ക് നോക്കി. ജാൻവിക്ക് വേണ്ടിയുള്ള തൻ്റെ ഈ വനവാസം ഒരു വലിയ വിജയത്തിന് തുടക്കമാണെന്ന് അവൻ ഉറപ്പായിരുന്നു. രാത്രി 8 മണിയായപ്പോൾ താഴെ ഹാളിൽ നിന്നും പ്രിയയുടെ വിളി വന്നു. ഉച്ചക്ക് തന്നെ ഒന്നും കഴിക്കാത്തതിനാൽ അവന് നന്നായി വിശപ്പുണ്ട്. വൈകുന്നേരം ചായയും കുടിച്ചില്ല. ആദി, താഴേക്ക് വാ, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. അവൻ പതുക്കെ താഴേക്ക് ഇറങ്ങിച്ചെന്നു. ഡൈനിങ് ടേബിളിൽ പ്രിയയും രാഹുലും അവനെ കാത്തിരിപ്പുണ്ടായിരുന്നു. മേശപ്പുറത്ത് വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ നിരത്തിയിട്ടുണ്ട്. നാട്ടിലെ തൻ്റെ തറവാട്ടിലെ അത്താഴങ്ങൾ അവൻ ഓർമ്മ വന്നു. അവിടെ വലിയ മേശയ്ക്ക് ചുറ്റും എല്ലാവരും ഉണ്ടാകുമെങ്കിലും
സ്നേഹത്തെക്കാൾ കൂടുതൽ ഗൗരവവും അച്ഛൻ്റെ ശാസനകളും മാത്രമായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. പക്ഷേ ഇവിടെ പ്രിയയുടെയും രാഹുലിൻ്റെയും നോട്ടത്തിൽ ഒരു തരം ആർദ്രതയുണ്ടായിരുന്നു. ആദി, നിനക്ക് ഇവിടുത്തെ ഭക്ഷണവുമായി പൊരുത്തപ്പെടാൻ കുറച്ച് പ്രയാസമുണ്ടാവും, എങ്കിലും കഴിക്കണം. നിനക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞാൽ ഞാനത് ഉണ്ടാക്കിത്തരാം കേട്ടോ, പ്രിയ അവന് ചോറ് വിളമ്പിക്കൊണ്ട് പറഞ്ഞു. ഇല്ല ചേച്ചി, കുഴപ്പമില്ല. ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്കൊരു കണ്ടീഷനുമില്ല. എന്നെ തിരിച്ചു കടിക്കാത്തതെല്ലാം ഞാൻ കഴിക്കും, അവൻ ചെറുപുഞ്ചിരിയോടെ മറുപടി നൽകി. അതിന് മറ്റുള്ളവരും കൂടെ ചിരിച്ചു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ രാഹുൽ ചില കാര്യങ്ങൾ ചോദിച്ചു. കോളേജ് ഫസ്റ്റ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു ആദി? കുട്ടികളൊക്കെ കൂട്ടുകൂടിയോ? ആദ്യത്തെ ദിവസമായതുകൊണ്ട് അധികം ആരോടും ഞാൻ സംസാരിച്ചിട്ടില്ല അങ്കിൾ. അതൊക്കെ ശരിയാകുമായിരിക്കും, ആദി പറഞ്ഞു. നീ ഒന്നിനും ടെൻഷൻ അടിക്കണ്ട. ഇവിടെ നീ നിൻ്റെ വീട്ടിലെന്ന പോലെ വിചാരിച്ചാൽ മതി. വാസുദേവൻ അങ്കിൾ കുറച്ച് സ്ട്രിക്റ്റ് ആണെന്ന് എനിക്കറിയാം. പക്ഷേ നീ നിൻ്റെ പഠനകാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ ജസ്റ്റ് ലീവ്, രാഹുൽ അവൻ ആത്മവിശ്വാസം നൽകി. അവർക്കൊപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ ആദിക്ക് തൻ്റെ അമ്മയെ ഓർമ്മ വന്നു. അമ്മയും ഇതുപോലെ വിളമ്പിക്കൊടുക്കുമായിരുന്നു. പക്ഷേ അച്ഛൻ്റെ മുന്നിൽ വെച്ച് സ്നേഹം പ്രകടിപ്പിക്കാൻ പോലും അവർക്ക് പേടിയായിരുന്നു. ഇവിടെ ഈ കൊച്ചു വീട്ടിൽ അവൻ വല്ലാത്തൊരു സ്വാതന്ത്ര്യം അനുഭവിച്ചു. ഇവിടെ വന്ന ശേഷം അമ്മയെ വിളിച്ചിട്ടില്ല, അമ്മ ഇങ്ങോട്ടും വിളിച്ചിട്ടില്ല. അച്ഛൻ ചിലപ്പോൾ വിലക്കിയിട്ടുണ്ടാവും. ഭക്ഷണം കഴിഞ്ഞ് മുകളിലെ റൂമിലെത്തിയപ്പോൾ അവൻ വീണ്ടും ബാൽക്കണിയിലേക്ക് നടന്നു. രാത്രിയുടെ നിശബ്ദതയിൽ നഗരം ഉറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. അവൻ ഫോണെടുത്ത് ആദ്യം അമ്മയെ വിളിച്ചു. അമ്മ ഫോണെടുത്തില്ല. പിന്നെ ജാൻവിയെ വിളിച്ചു. 2 ബെല്ലിന് ശേഷം അവൾ ഫോണെടുത്തു. ഏട്ടാ, അവളുടെ ശബ്ദത്തിൽ ഒരു തേങ്ങൽ കലർന്നിരുന്നു. ജാനി, നീ ഭക്ഷണം കഴിച്ചോടാ? അവൻ ആർദ്രമായി ചോദിച്ചു. കഴിച്ചോ ഏട്ടാ, പക്ഷെ ഒന്നും ഉള്ളിലേക്ക് ഇറങ്ങുന്നില്ല. ഏട്ടൻ കഴിച്ചോ? പ്രിയച്ചേച്ചി എന്താ ഉണ്ടാക്കിയത്? അവൾ ഓരോന്നായി തിരക്കി. ഞാൻ കഴിച്ചു ജാനി, അവർക്ക് എന്നോട് വല്ലാത്ത സ്നേഹമാണ്, ആദി പറഞ്ഞു തുടങ്ങി. അവർ ഫോണിലൂടെ അന്ന് നടന്ന കാര്യങ്ങൾ ഓരോന്നായി പങ്കുവച്ചു. തൻ്റെ പുതിയ കോളേജിനെക്കുറിച്ചും ക്ലാസ്സിലെ വിശേഷങ്ങളെക്കുറിച്ചും അവൻ അവളോട് പറഞ്ഞു. നാട്ടിലെ ക്യാമ്പസിൽ അവനില്ലാതെ അവൾ നേരിട്ട ഓരോ നിമിഷവും അവളും അവനോട് വിവരിച്ചു. ഏട്ടാ, നാളെ എനിക്കൊരു സെമിനാറുണ്ട്, പക്ഷേ എനിക്ക് പേടിയാകുന്നു, ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതുപോലെ, ജാൻവി പറഞ്ഞു. അതെന്തിനാ പേടിക്കുന്നത് ജാനി? നീ ബ്രില്യൻ സ്റ്റുഡൻ്റ് അല്ലേ, നിനക്കത് നന്നായി പ്രസൻറ്റേഷൻ ചെയ്യാൻ കഴിയും. നീ വെറുതെ ടെൻഷൻ അടിക്കരുത്, അവൻ അവൾക്ക് ധൈര്യം നൽകി. ഏറെ നേരം അവർ സംസാരിച്ചു. ഫോൺ വയ്ക്കാൻ 2 പേർക്കും താല്പര്യമില്ലായിരുന്നു. ദൂരങ്ങൾക്കിടയിലും അവരുടെ ഹൃദയങ്ങൾ വല്ലാത്തൊരു ആവേശത്തോടെ മിടിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ഫോൺ വെക്കുമ്പോൾ ആദിയുടെ മനസ്സ് വല്ലാതെ ഭാരം നിറഞ്ഞതുപോലെ തോന്നി. അമ്മ ഫോണെടുക്കാത്തതും അവനിൽ സങ്കടം തീർത്തിരുന്നു. ജാനിയുമായുള്ള സുന്ദര നിമിഷങ്ങൾ ഓർത്തുകൊണ്ട് അവൻ ആ രാത്രി ആകാശം നോക്കി കിടന്നു. നാളത്തെ പുതിയ പുലരിക്കായി അവൻ കാത്തിരുന്നു. വിജയിയായി തൻ്റെ പെണ്ണിൻ്റെ അടുത്തേക്ക് മടങ്ങാനുള്ള ആ വലിയ സ്വപ്നവുമായി. ആദി തിരുവനന്തപുരത്തെത്തിയതിൻ്റെ 2-ാം ദിവസം. ജാൻവി അന്ന് കോളേജിൽ നിന്ന് മടങ്ങിയെത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി 4 ദിവസം കോളേജില്ല. അതുകൊണ്ട് എല്ലാവരും ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അച്ഛൻ സുധി അന്ന് ഓട്ടോ ഓടിക്കാൻ പോയിരുന്നില്ല. കുറച്ച് ദിവസങ്ങളായി ശരീരത്തിന് വല്ലാത്തൊരു തളർച്ച അനുഭവപ്പെട്ടതുകൊണ്ട് ഡോക്ടറെ കണ്ടു. റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതിനാൽ വീടിൻ്റെ ഉമ്മറത്ത് കസേരയിലിരിക്കുന്നുണ്ട്. അമ്മ ദേവിക അടുക്കളയിൽ വൈകുന്നേരത്തെ ചായക്കുള്ള ഒരുക്കത്തിലായിരുന്നു. പെട്ടെന്നാണ് മുറ്റത്തൊരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. കറുത്ത ഗ്ലാസുകൾ ഉയർത്തിയ ആഡംബര കാറിൽ നിന്നും വാസുദേവൻ പുറത്തിറങ്ങി. കൂടെ അയാളുടെ വലങ്കൈയായ ഭാസ്കരനുമുണ്ടായിരുന്നു. വാസുദേവനെ കണ്ടതും ഉമ്മറത്തിരുന്ന സുധി ഒന്ന് പതറിപ്പോയി. അയാൾ ചാടി എഴുന്നേറ്റ് മുണ്ട് നേരെയാക്കി. വാ വാസുദേവൻ സാറേ, എന്താ ഈ വഴിക്ക്? വാസുദേവൻ മറുപടി ഒന്നും പറഞ്ഞില്ല. അയാളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു ക്രൂരത നിയലിക്കുന്നുണ്ടായിരുന്നു. അയാൾ നേരെ കയറി ഉമ്മറത്തെ കസേരയിലിരുന്നു. പുറകെ വന്ന ഭാസ്കരൻ്റെ കയ്യിൽ ഒരു ഫയലുണ്ടായിരുന്നു. കാർ വന്ന ശബ്ദം കേട്ട് ജാൻവിയും ദേവികയും ഉമ്മറത്തേക്ക് വന്നു. വാസുദേവനെ കണ്ടതും ജാൻവിയുടെ ഉള്ളിലൊരു മിന്നൽ പിണർ പാഞ്ഞുപോയി. ആദിയെ തന്നിൽ നിന്നും അകറ്റാൻ വേണ്ടി ദൂരേക്ക് പറഞ്ഞയച്ച ആ മനുഷ്യൻ തൻ്റെ വീടിൻ്റെ ഉമ്മറത്തിരിക്കുന്നത് ഇനി എന്തിനാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. എങ്കിലും ഒരു ഭയം അവളുടെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരുന്നു. സുധീഷേ, നിനക്ക് സുഖമാണോ? വാസുദേവൻ ഒട്ടൊരു പരിഹാസത്തോടെ ചോദിച്ചു. കുഴപ്പമില്ല സാറേ, എന്താ പെട്ടെന്ന് ഇങ്ങോട്ട്? സുധി വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. വാസുദേവൻ ഭാസ്കരൻ്റെ കയ്യിൽ നിന്നും ആ ഫയൽ വാങ്ങി മേശപ്പുറത്തേക്ക് വെച്ചു. നിന്റെ ഓട്ടോയുടെ പേപ്പറുകളാണിതിൽ. 3 മാസമായി നീ അടവ് മുടക്കിയിട്ട് എന്നതിനുള്ള തെളിവ്. ബാങ്കിൽ നിന്നും അവർ ഇത് ജപ്തി ചെയ്യാനിരിക്കുകയായിരുന്നു. ഇനി ഇതൊന്ന് വക്കീലിനെ ഏൽപ്പിച്ചാൽ അവർ കേസാക്കിക്കോളും. സുധി ഞെട്ടിപ്പോയി. തൻ്റെ ഏക ഉപജീവന മാർഗമായ ആ ഓട്ടോറിക്ഷ തനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള പേടി അയാളിൽ നിറഞ്ഞു. സാറേ, അത് 1 മാസത്തെ അടവെടുക്കാനേ ഉള്ളൂ, അല്ലാതെ 3 മാസത്തെ ഒന്നുമില്ല. അതുടനെ അടിച്ചു തീർക്കാമെന്ന് കരുതിയതാണ്. ജാനിയുടെ പഠനവും പിന്നെ കുറച്ച് രോഗാവസ്ഥയും ഒക്കെ ആയപ്പോൾ. നിർത്തടാ, വാസുദേവൻ ഗർജിച്ചു. അയാൾ എഴുന്നേറ്റ് സുധിയുടെ അടുത്തേക്ക് വന്നു. എൻ്റെ മകനും
ഇവിടുത്തെ പെണ്ണും ചേർന്ന് എൻ്റെ കുടുംബത്തിൻ്റെ അന്തസ്സ് കളയാൻ നോക്കുമ്പോൾ ഞാൻ നോക്കി നിൽക്കുമെന്ന് കരുതിയോ? നീ തീരെ അടച്ചില്ല എന്ന് വരുത്തി തീർക്കാൻ എനിക്ക് കഴിയും. എൻ്റെ മകൻ തിരുവനന്തപുരത്തേക്ക് പോകേണ്ടി വന്നത് ഇവൾ കാരണമാണ്. ഇവൾ അവനെ ഇനി വിളിക്കരുത്. ഒരൊറ്റ ഫോൺ കോൾ പോലും അങ്ങോട്ട് പോകരുത്. ജാൻവി മുന്നോട്ട് വന്നുകൊണ്ട് ചോദിച്ചു. അച്ഛാ, അടവ് മുടങ്ങിയത് ഞങ്ങൾ തീർത്തോളാം. അതിനിങ്ങനെ വന്ന് ഇല്ലാത്തത് കെട്ടിച്ചമച്ച് ഭീഷണിപ്പെടുന്നത് എന്തിനാണ്? അത് കേട്ട് വാസുദേവൻ ദേഷ്യത്തോടെ ജാൻവിയുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ആക്രോശിച്ചു. ആരാടി നിന്റെ അച്ഛൻ? നീ മിണ്ടരുത്. നീ കാരണം നിന്റെ തന്തയുടെ ജീവിതം ഇപ്പോൾ എൻ്റെ കയ്യിലാണ്. നീ ആദ്യം വിളിച്ച് സങ്കടം പറഞ്ഞാൽ അതിനുകൂടി പണി കിട്ടും. ദേവിക കരഞ്ഞുകൊണ്ട് വായ പൊത്തി പിടിച്ചു. സുധി വാസുദേവൻ്റെ കാല് പിടിക്കാനാണ്. സാറേ, കുട്ടികൾ പരസ്പരം ഇഷ്ടപ്പെട്ട കാരണം കൊണ്ട് ഞങ്ങളെ ദ്രോഹിക്കരുത്. ഞങ്ങൾക്ക് ഈ വീടും ആ ഓട്ടോയും അല്ലാതെ ഒന്നുമില്ല. എങ്കിലൊന്ന് ഉറപ്പിക്കുക കേട്ടോ. വാസുദേവൻ കസേരയിൽ നിന്നും എഴുന്നേറ്റു. ഇനി ഇവൾ ആദ്യം കോണ്ടാക്ട് ചെയ്താൽ ഈ വാസുദേവൻ അടങ്ങിയിരിക്കില്ല. നിങ്ങളെ ഈ നാട്ടിൽ ജീവിക്കാൻ സമ്മതിക്കില്ല ഞാൻ. സുധിയും ജാൻവിയും അയാളുടെ വാക്കുകൾ കേട്ട് തകർന്നുപോയി. ജാൻവിക്ക് സങ്കടമടക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ ഫോണും നിന്റെ ഫോണും സദാസമയവും ഇനി ഞങ്ങളുടെ നിരീക്ഷണത്തിലായിരിക്കും. അതുകൊണ്ട് ഇതൊന്നും അവനെ അറിയിക്കാൻ നിൽക്കണ്ട. അയാൾ വീണ്ടും താക്കീത് നൽകിക്കൊണ്ട് പുറത്തേക്കിറങ്ങി കാറിൽ കയറി. വാസുദേവൻ്റെ കാർ മുറ്റത്തെ മണ്ണിൽ പൊടിപടലങ്ങൾ ഉയർത്തി ഗേറ്റ് കടന്നു പോയപ്പോഴും ആ ഉമ്മറത്ത് ഒരു ശ്മശാനത്തിലെന്ന പോലെ നിശബ്ദത തളം കിട്ടി നിന്നു. സുധി തൻ്റെ കസേരയിലേക്ക് തളർന്നിരുന്നു. അയാളുടെ ശ്വാസം വല്ലാതെ വേഗത്തിലാകുന്നുണ്ടായിരുന്നു. ദേവിക അകത്ത് നെഞ്ചത്തടിച്ച് കരയുകയാണ്. ജാൻവി മാത്രം ആ മുറ്റത്തെ മണ്ണിലേക്ക് നോക്കി അനങ്ങാതെ നിന്നു. ആദ്യം ഓർക്കുമ്പോഴുള്ള മനസ്സിൽ നിറയുന്ന കുളിരല്ല, മറിച്ച് തൻ്റെ അച്ഛൻ്റെ അഭിമാനം ചവിട്ടി മെതിക്കപ്പെട്ടതിൻ്റെ ചൂടാണ് അവളുടെ ഉള്ളിൽ ആ സമയം പുകഞ്ഞത്. ഞാൻ കാരണമാണ്, എല്ലാം ഞാൻ കാരണമാണ്. ജാൻവി നിലവിളിച്ചുകൊണ്ട് അച്ഛൻ്റെ കാൽക്കലിരുന്നു. അവളുടെ കണ്ണുനീർ സുധിയുടെ മുണ്ടിൽ വീണ് പടർന്നുകൊണ്ടിരുന്നു. സുധി വിറയ്ക്കുന്ന കൈകളാൽ മകളുടെ തലയിൽ തലോടി. അയാളുടെ കണ്ണുകളിൽ നിന്ന് നീർത്തുള്ളികൾ അടർന്നു വീഴുന്നുണ്ടായിരുന്നു. ഒരു പിതാവ് എന്ന നിലയിൽ അയാൾ എത്രമാത്രം നിസ്സഹായനാണെന്ന് ആ നിമിഷം അയാൾ തിരിച്ചറിഞ്ഞു. മോളെ, ജാനി, കരയണ്ട. സുധിയുടെ ശബ്ദം വല്ലാതെ ഇടേറിയിരുന്നു. അച്ഛാ, എനിക്ക് ആദ്യേട്ടനെ ഇഷ്ടമായിട്ടും ഞാൻ മറുപടി കൊടുക്കാത്തത് അവർ വലിയ വീട്ടിൽ അംഗമായതുകൊണ്ടായിരുന്നു. പക്ഷേ അന്ന് പുഴയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുമ്പോൾ ആ കണ്ണിൽ കണ്ട സ്നേഹം അത് മറക്കാൻ പറ്റുന്നില്ല അച്ഛാ. ആദ്യേട്ടൻ ഇതിനൊന്നും കാരണമല്ല. പക്ഷേ ആ അച്ഛൻ... അവൾക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. മോളെ, നീ ഇങ്ങോട്ട് നോക്ക്. സുധി അവളെ പിടിച്ചുയർത്തി തൻ്റെ മുന്നിൽ നിർത്തി. അയാളുടെ മുഖത്ത് മുമ്പൊരിക്കലും ഇല്ലാത്ത ഒരു ഗൗരവം നിലച്ചു. നമ്മൾ പാവങ്ങളായിപ്പോയി മോളെ. തല ഉയർത്തി ജീവിക്കാൻ നമുക്കുള്ള ഏക വഴി ആ ഓട്ടോയും ഈ കൂരയുമാണ്. അയാൾ ജയിക്കാൻ വേണ്ടി എന്ത് തെണ്ടിത്തരവും ചെയ്യാൻ മടിക്കില്ല. ഇതിൻ്റെ ആധാരം അയാൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങോട്ട് പോകും? നിന്റെ അനിയത്തിമാരെയും കൊണ്ട് നമ്മൾ ഇനി എന്തു ചെയ്യും? ജാൻവി മറുപടി പറയാതെ തല കുനിച്ചു നിന്നു. ആദ്യം നല്ല പയ്യനാണ്. അവനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അന്ന് അവൻ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളുടെ ബന്ധത്തിന് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അവൻ്റെ അച്ഛനൊരു രാക്ഷസനാണ്. അയാൾ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കില്ല. നീ അവനെ ഇനി വിളിക്കരുത്. നമുക്ക് ജീവിക്കണം ജാനി, സമാധാനമായി ഉറങ്ങണം. നിന്റെ പ്രണയത്തേക്കാൾ വലുതാണ് ഇപ്പോൾ നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവനെന്ന് നിനക്ക് കരുതിക്കൂടെ? ആ വാക്കുകൾ ജാൻവിയുടെ ഹൃദയത്തിൽ തറച്ചു കയറി. അച്ഛൻ്റെ നിസ്സഹായാവസ്ഥ അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ദേവിക അടുക്കളയിൽ നിന്നും വന്ന് ജാൻവിയുടെ കൈ പിടിച്ചു. മോളെ, നീ അച്ഛൻ പറയും പോലെ ചെയ്യണം. ആ കുട്ടിയെ ഇനി വിളിക്കരുത്. നീ കാരണം നിന്റെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം ഇല്ലാതാകുന്നത് കാണാൻ എനിക്ക് കഴിയില്ല. ജാൻവി അതിന് മറുപടി പറയാതെ വിറയ്ക്കുന്ന കാലുകളോടെ തൻ്റെ മുറിയിലേക്ക് നടന്നു. മേശപ്പുറത്തിരുന്ന് ഫോണിലേക്ക് അവൾ നോക്കി. അതിൽ ആദിഷിൻ്റെ ചിരിക്കുന്ന മുഖം വാൾപേപ്പറായി തെളിഞ്ഞു നിന്നു. അല്പം മുമ്പ് വരെ അവൾക്ക് ആശ്വാസമായിരുന്ന ആ മുഖം അപ്പോൾ ഒരു ഭയമായി മാറുന്നു. അവൾ ഫോൺ കയ്യിലെടുത്തു. അവളുടെ വിരലുകൾ ആദിയുടെ നമ്പറിലേക്ക് നീങ്ങി. ഒരു നിമിഷം അവൾ ഓർത്തു, ഈ ഫോൺ കോൾ പോയാൽ ചിലപ്പോൾ തൻ്റെ അച്ഛൻ്റെ ശവമായിരിക്കും താൻ കാണേണ്ടി വരിക എന്ന്. അഭിമാനം നഷ്ടപ്പെട്ടാൽ അച്ഛനൊരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല. അവൾ പതുക്കെ ആദിയുടെ നമ്പറിൽ ക്ലിക്ക് ചെയ്തു. ബ്ലോക്ക് എന്ന ഓപ്ഷൻ കണ്ടപ്പോൾ അവളുടെ ഉള്ളിൽ എന്തോ ഒന്ന് തകർന്നു വീഴുന്നത് പോലെ അവൾക്ക് തോന്നി. തൻ്റെ പ്രണയത്തെക്കാൾ വലുത് കുടുംബമാണെന്ന തിരിച്ചറിവ് ക്രൂരമായിരുന്നു. കണ്ണുനീർ സ്ക്രീനിൽ വീണ് ഡിസ്പ്ലേ മങ്ങിക്കൊണ്ടിരുന്നു. എങ്കിലും വിറയ്ക്കുന്ന വിരലുകളാൽ അവൾ അവൻ്റെ നമ്പർ ബ്ലോക്ക് ലിസ്റ്റിലേക്ക് മാറ്റി. വാട്സാപ്പിലെ അവളുടെ പ്രിയപ്പെട്ട ഫോട്ടോകളും ചാറ്റുകളും അവൾക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഫോൺ കട്ടിലിലേക്ക് എറിഞ്ഞവൾ വിതുമ്പിക്കരഞ്ഞു. അങ്ങ് ദൂരെ തിരുവനന്തപുരത്തെ പ്രിയയുടെ വീട്ടിലെ മുറിയിൽ ആദി തൻ്റെ ഫോണുമായി അവളുടെ കോൾ കാത്തിരിക്കുകയായിരുന്നു. കുറേ സമയം കഴിഞ്ഞിട്ടും അവളുടെ വിവരമില്ലാത്തതിനാൽ അവൻ തന്നെ അങ്ങോട്ട് കോൾ ചെയ്തു. വിളിക്കുമ്പോൾ ബിസി എന്ന ടോൺ കേട്ടവൻ അമ്പരന്നു. വീണ്ടും വീണ്ടും വിളിച്ചും കിട്ടാതായപ്പോൾ അവൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. പക്ഷേ ഒന്നും ഡെലിവർ ആകുന്നില്ല. ജാനി, നീ എന്തിനാണ് എന്നെ ഒഴിവാക്കുന്നത്? അവൻ മനസ്സിൽ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. അവൻ കൂട്ടുകാരൻ സുമേഷിനെ കോൾ ചെയ്തു.
കോളേജിൽ നിന്നും പോകുന്നതുവരെ അവൾക്കൊരു കുഴപ്പവുമില്ലായിരുന്നു എന്നറിഞ്ഞപ്പോൾ അവന് സമാധാനമായി. ഫോണിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നതായിരിക്കുമെന്ന് ഓർത്തവൻ സമാധാനിച്ചു. ജാൻവി അന്ന് രാത്രി ഒന്നും കഴിച്ചില്ല. അവൾ ജനലിലൂടെ ആകാശത്തേക്ക് നോക്കി. ഒരേ ചന്ദ്രൻ തങ്ങളെ നോക്കുന്നുണ്ടാവുമെങ്കിലും അവർക്കിടയിൽ വലിയൊരു മതിൽ വാസുദേവൻ കെട്ടിപ്പൊക്കിയിരുന്നു. സുധി ഉമ്മറത്ത് ഉറങ്ങാതെയിരുന്നു. തൻ്റെ ഓട്ടോയുടെ എഗ്രിമെൻ്റ് പേപ്പർ കയ്യിൽ വെച്ച് വാസുദേവൻ നടത്തുന്ന ആ കളി അയാളെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു. അതേസമയം ആദിയുടെ തറവാട്ടിൽ മറ്റൊരു നാടകം അരങ്ങേറി. ആദിയുടെ അമ്മ കൃഷ്ണപ്രഭ തൻ്റെ മകനെ ഒന്ന് വിളിക്കാൻ ഫോണെടുത്തതായിരുന്നു. വാസുദേവൻ അല്പം മുമ്പാണ് പുറത്തുപോയി തിരിച്ചെത്തിയത്. അയാൾ ഉമ്മറത്തേക്ക് കയറി വരുമ്പോൾ കൃഷ്ണപ്രഭ അകത്ത് ഫോണിൽ സംസാരിക്കുകയാണ്. മോനെ ആദി എന്ന് പറയുന്നത് അയാൾ കേട്ടു. സിംഹത്തെ പോലെ അയാൾ പാഞ്ഞെത്തി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അവനെ വിളിക്കരുതെന്ന്? അല്ല, അവൻ അവിടെ ചെന്ന് 2-ാം ദിവസമായില്ലേ, ഒന്ന് സംസാരിക്കാൻ. കൃഷ്ണപ്രഭ പേടിച്ച് വിറച്ചു. വാസുദേവൻ അവരുടെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങി. രോഷം കൊണ്ട് അയാളുടെ കണ്ണുകൾ ചുവന്നിരുന്നു. എൻ്റെ ആജ്ഞ ലംഘിക്കാൻ ഈ വീട്ടിൽ ആർക്കും അധികാരമല്ല. ആദ്യം അവിടെ നന്നായി പഠിച്ചോളൂ. നിന്റെ ഈ സ്നേഹം അവിടെ ഇരിക്കട്ടെ, അവനെ അറിയിക്കണ്ട. അയാൾ ആ ഫോൺ തറയിലേക്ക് ആഞ്ഞെറിഞ്ഞു. ഡിസ്പ്ലേ പൊട്ടിത്തകരുന്ന ശബ്ദം ആ രാത്രിയിൽ വല്ലാതെ മുഴങ്ങി. കൃഷ്ണപ്രഭ പൊട്ടിയ ആ ഫോണിൻ്റെ കഷ്ണങ്ങൾ നോക്കി തളർന്നിരുന്നു. ആദിയുടെ വിവരങ്ങൾ അറിയാൻ ഇനി അവർക്ക് ഫോണില്ല. വാസുദേവൻ ആ കഷ്ണങ്ങൾ ഷൂസ് കൊണ്ട് ചവിട്ടി അരച്ചുകൊണ്ട് അകത്തേക്ക് പോയി. ആദി അമ്മയുടെ കോൾ കണ്ട് എടുത്ത് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അച്ഛൻ്റെ ആക്രോശവും എന്തോ പൊട്ടിത്തകർന്ന സൗണ്ടും കേട്ടിരുന്നു. പിന്നെ അമ്മയെ എത്ര വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഇനി ജാനയുടെ നിശബ്ദതയ്ക്ക് പിന്നിലും അച്ഛനാണോ എന്നവൻ ഒരു വേള സംശയിച്ചു. അടുത്ത ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുക. ഞങ്ങളുടെ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേരുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. തുടരും.